സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ തന്നെ കാണുന്നുണ്ട് നിങ്ങൾ എത്രത്തോളമാണ് ഹാർഡ് വർക്ക് ചെയ്തത്. ഇപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ രാവിലെ തൊട്ട് രാത്രി വരെ ഇവിടെ ഉണ്ടാവും. പക്ഷെ എത്ര സമയമാണ് പഠിക്കാൻ വേണ്ടി ക്വാളിറ്റി ടൈം കൊടുക്കുന്നത് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി ഭയങ്കര താല്പര്യമുണ്ട്. ഇപ്പോൾ ഈ എക്സാം മിസ്സായി കഴിഞ്ഞാൽ ഇനി ഒരു 1.5 വർഷം പോകും. അപ്പൊ അത്രയും സമയം നമ്മളെ ഏജ്, നമ്മളെ ടൈം, പിന്നെ ഇപ്പൊ നമ്മളെ സാലറി, അങ്ങനെ പലതിങ്ങനെ ജനറൽ ആയിട്ട് ആലോചിക്കും. പക്ഷെ ഈ ഒരു സാധനമെല്ലാം എന്നാ പഠിക്കാനുള്ള അതിയായ ആഗ്രഹം വരും, പക്ഷെ പഠിക്കാൻ വേണ്ടി മുമ്പിലിരിക്കുമ്പോൾ അതിനപ്പുറമെല്ലാം മടിയും വരും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്തത് എന്ന് അറിയാൻ വേണ്ടി ഭയങ്കര താല്പര്യമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളിൽ കൂടുതൽ ആൾക്കാർ ഇപ്പം ഒരുപാട് ഏജ് ഒന്നും ആയിട്ടില്ല. അപ്പം ഞാനിവിടെ വരുമ്പോൾ എനിക്ക് 28 വയസ്സായി. അപ്പോൾ എനിക്ക് 2 അറ്റംപ്റ്റേ ബാക്കിയുള്ളൂ. അപ്പം അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഒരു 2-3 അറ്റംപ്റ്റ് ഒക്കെ ചെയ്യാം, എന്നിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ നേടാം, അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളുടെ ബെസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് വിചാരിച്ച് ബെസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കണം, ആ രീതിയിൽ നിങ്ങൾ കൊടുക്കുക. ഈ വർഷം പോയാൽ അടുത്ത വർഷം കിട്ടട്ടെ അങ്ങനെ വിചാരിക്കരുത്. അത് അങ്ങനെ വിചാരിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടാവും. ഈ അറ്റംപ്റ്റിൽ ഞാൻ നേടും, എനിക്ക് അടുത്തൊരു വർഷത്തേക്ക് പോകണ്ട, ഈ വർഷം തന്നെ വേണം എന്ന് വിചാരിച്ചാൽ അത് കുറെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇത് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്.